നിങ്ങളുടെ ഹസ്ബൻഡ് എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം. അദ്ദേഹം പറയുന്ന പോലെ ഒരാളല്ല ഞാൻ. എനിക്ക് ദേവുന് അത്രയ്ക്ക് ഇഷ്ടമാ. അവൾക്ക് എന്നെ. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പിന്നെ അറിയാലോ. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ചും ദൈവം ഒന്നും പറയും. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, കല്യാണം പെട്ടെന്ന് നടത്തി തരുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതിന് ശേഷം ദേവു ഇഷ്ടപ്പെട്ട ചെറുക്കനായിട്ടുള്ള അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം തന്നെയായിരുന്നു ഞങ്ങളുടെ മനസ്സിലും. പക്ഷേ അവൾ ഇഷ്ടപ്പെടുന്ന ചെറുക്കൻ നിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങളെ കണ്ടപ്പോഴാ അത് മനസ്സിലാക്കിയത്. നിങ്ങളുടെ ഹസ്ബൻഡ് കരുതുന്ന പോലെ ഞാൻ അത്ര മോശപ്പെട്ട ആളല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണുമായിട്ട് പ്രണയത്തിലാവുന്നത്. അത് ദേവുവാ. അവള് എന്റെ ഭാര്യയായിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കല്യാണമേ കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ആളായിരുന്നു ഞാൻ. ദേവുവിനെ കണ്ടതോടെയാ ഞാൻ എന്റെ തീരുമാനം മാറ്റിയത്. കല്യാണം ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞവളാ ദേവു. അവള് പെട്ടെന്ന് ആ തീരുമാനം മാറ്റിയത് നിങ്ങളെ കാരണമാണെന്ന് ഞങ്ങൾക്കറിയാം. ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. പരസ്പരം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും സംസാരിച്ച ശേഷമാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. എനിക്ക് അവളെ വിവാഹം കഴിപ്പിച്ചു തന്ന് ഞാൻ അവളെ നന്നായിട്ട് നോക്കിക്കോളാം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളായിട്ട് നിന്ന് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യും. എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ, മറ്റു ബന്ധുക്കളാരുമില്ല. എനിക്കൊരു ഭാര്യ മാത്രമല്ല ഞാൻ അന്വേഷിച്ചത്, എന്റെ അമ്മയ്ക്ക് നല്ലൊരു മരുമകളെയും കൂടിയാ. ദേവു നല്ലൊരു മരുമകളാ. എന്റെ അമ്മയ്ക്ക് അവളെ വലിയ ഇഷ്ടമാ. ദേവു എന്റെ ജീവിതത്തിലേക്ക് വന്നാ എന്റെ അമ്മയ്ക്കത് വലിയ സന്തോഷാവും. ദേവു ആദ്യം മുതലേ പറയുമായിരുന്നു, നമ്മുടെ രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ വേണം ഞങ്ങളുടെ കല്യാണം നടക്കാനെന്ന്. ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും. അവൾ അവളുടെ കുടുംബത്തെ മറന്നിട്ടൊന്നും ചെയ്യില്ല. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ കല്യാണത്തിന് പ്രധാനമായി തടസ്സം നിൽക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡാ. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എന്നോട് പക വീട്ടാണ് അദ്ദേഹം. അദ്ദേഹം നല്ല മനുഷ്യനാ. നിങ്ങൾ കരുതും പോലെ ഒരാളല്ല അദ്ദേഹം. അദ്ദേഹം കല്യാണത്തിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഈ പറയുന്ന നിങ്ങൾക്ക് വാശിയില്ലേ? നിങ്ങൾക്കും അദ്ദേഹത്തോട് പകയുണ്ടല്ലോ. നിങ്ങളെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് അദ്ദേഹത്തെ നിങ്ങൾ അകത്താക്കാൻ നോക്കിയില്ലേ? അദ്ദേഹത്തിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ നോക്കിയില്ലേ? ഇങ്ങനെയുള്ള ഒരാള് നല്ലവനാണെന്ന് പറയാൻ പറ്റുമോ? സ്വന്തം സഹോദരിയെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് മനസ്സ് വരുമോ? നിങ്ങൾ നല്ലവനും അദ്ദേഹം മോശമാണെന്നും പറയരുത്. നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. ദേവുവിന് നിങ്ങളെ ഇഷ്ടാ. നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഈ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ മേന്മ കണ്ടിട്ടൊന്നുമല്ല. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും കൂടെ വേണം. എതിർക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇനിയിപ്പോ ആരും കൂടെ ഇല്ലെങ്കിലും ഞാൻ ദേവുവിനെ കല്യാണം കഴിക്കും. ഞങ്ങളുടെ വിവാഹം നടക്കും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എല്ലാവരും കൂടി നടത്തി തന്നാ അത്രയും നല്ലത്.